ഗോകുലം കേരള എഫ് സി ISLിലേക്കോ? നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ നിന്നുള്ള ഐ ലീഗിൽ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്ത് കളിക്കുന്ന ടീമാണ് ഗോകുലം കേരള എഫ് സി. ഗോകുലം ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു ഐ ലീഗ് ടീമാണ് ഗോകുലം കേരള എഫ് സി. ഐ ലീഗിൻ്റെ മുൻ ജേതാക്കളായിട്ടുള്ള ഗോകുലം കേരള എഫ് സിക്ക് നിലവിൽ ISLിലേക്ക് കടന്നു വരുവാനായിട്ടൊരു സാധ്യതയാണ് വന്നിരിക്കുന്നത്. മുൻപ് ISLിലേക്ക് വരുവാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നിട്ട് പോലും സാമ്പത്തിക പ്രതിസന്ധി മൂലമോ മറ്റെന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമോ ആ ഒരു ടീമിന് ISLിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ നിലവിലത്തെ സാഹചര്യത്തിൽ ISLിലേക്ക് ഗോകുലം കേരള എഫ് സിക്ക് വരുവാനായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു സാധ്യത തന്നെ നിലവിൽ കിടപ്പുണ്ട്. ഐ ലീഗിൽ 12 ടീമുകളാണ് ഉള്ളത്. ഈ 12 ടീമുകളിൽ നിലവിൽ ഗോകുലം കേരള എഫ് സി നിൽക്കുന്നത് 3-ാം സ്ഥാനത്താണ്. ഐ ലീഗിലെ 12 ടീമുകൾക്കും നിലവിൽ ഒരു മാച്ച്, അതായത് 1 ലീഗ് മാച്ചും കൂടി അവശേഷിക്കുകയാണ്. ആ ഒരു മത്സരം കൂടി അവസാനിക്കുമ്പോഴായിരിക്കും ലീഗ് തീരുക. ആ സമയത്ത് 1-ാം സ്ഥാനത്തുള്ള ടീമായിരിക്കും ചാമ്പ്യന്മാർ ആയിട്ട് പ്രഖ്യാപിക്കുക ഉണ്ടാവുക. സോ 1ഉം 2ഉം സ്ഥാനത്ത് നിൽക്കുന്ന ചർച്ചിൽ ബ്രദേഴ്സിനും ഇന്റർ കാശിക്കും 39 പോയിൻ്റ് വെച്ചാണ് നിലവിലുള്ളത്. ഇവർക്ക് 2 പേർക്കും ഒരു മത്സരം കൂടി അവസാനിക്കുന്നുണ്ട്. അത് അവസാനത്തെ 2 ലീഗ് മത്സരങ്ങളാണ് ഇവർക്കിനി ഉള്ളത്. സോ ഗോകുലം കേരള എഫ് സിക്ക് ഇനി അവശേഷിക്കുന്ന അടുത്ത വ്യാഴാഴ്ച നടക്കാൻ പോകുന്ന ഒരു മത്സരമാണ്. ആ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക്, അതായത് ഗോകുലം കേരള എഫ് സിക്ക് 37 പോയിൻ്റാണ് നിലവിലുള്ളത്. 17 ഗോൾ ഡിഫറൻസ്. അവർക്ക് 1-ാം സ്ഥാനത്തേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും 40 പോയിൻ്റോട് കൂടി. എങ്കിൽ പോലും അവസാനത്തെ 2 ലീഗ് മത്സരങ്ങളിൽ ഇന്റർ കാശിയും അതോടൊപ്പം തന്നെ ചർച്ചിൽ ബ്രദേഴ്സും പരാജയപ്പെടേണ്ടത് ഗോകുലം കേരള എഫ് സിക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ ശ്രീനിധി ഡക്കാനോട് ഗോകുലം കേരള എഫ് സി 1 ഗോളിന് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഗോകുലം കേരള എഫ് സിക്ക് ഈ ഒരു അവസരം നിലവിൽ വന്നിട്ടുള്ളത്. സോ ഗോകുലം കേരള എഫ് സി ജയിച്ചു കഴിഞ്ഞാൽ പോലും, അതായത് വരാൻ പോകുന്ന മത്സരത്തിൽ ഡെംബോ എഫ് സിക്കെതിരെ ജയിച്ചു കഴിഞ്ഞാൽ പോലും ഗോകുലം കേരള എഫ് സി പൂർണ്ണമായി ISLിലേക്ക് ക്വാളിഫൈ ആയി എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാണ്ട് കഴിയുന്നതല്ല. അവസാനത്തെ 2 ലീഗ് മത്സരങ്ങളുടെ റിസൾട്ട് അനുസരിച്ചിരിക്കും ഇവരുടെ ISLിലേക്കുള്ള പ്രവേശനം. അതായത് അവർ ചാമ്പ്യന്മാരായെങ്കിൽ മാത്രമേ ISLിലേക്ക് കടന്നു വരുവാനായിട്ട് അവർക്ക് കഴിയുകയുള്ളൂ. സോ ഇനി ഇവർക്ക് 2 പേർക്കുമുള്ള എതിരാളികൾ നോക്കണം, അതായത് ചർച്ചിൽ ബ്രദേഴ്സിനും ഇന്റർ കാശിയുമുള്ള എതിരാളികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ 4ഉം 5ഉം സ്ഥാനത്ത് നിൽക്കുന്ന രാജസ്ഥാൻ എഫ് സി തുടങ്ങിയ എതിരാളികളാണ്. സോ അതിനാൽ തന്നെ അവർക്ക് നല്ലൊരു ടൈറ്റ് അപ്പോണൻ്റ് ആണ് നിലവിലുള്ളത്. പക്ഷേ ഗോകുലം കേരള എഫ് സിക്കുള്ളത് 9ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡെംബോ എഫ് സി ആയതിനാൽ തന്നെ അവരെ സുഖമായി പരാജയപ്പെടുത്താൻ കഴിയും എന്നാണ് അവരുടെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഗോകുലം കേരള എഫ് സി ISLിലേക്ക് പ്രവേശിക്കുമോ എന്നുള്ളത്. നമുക്കറിയാം ISLിൽ ഒരുപാട് ലീഗ് മത്സരങ്ങളിൽ ഒരു കൊൽക്കത്തൻ ഡെർബി, അതായത് ISLിൽ 3ഓളം കൊൽക്കത്തൻ ടീമുകളാണ് ഉള്ളത്. അതിന് മുഹമ്മദൻ എഫ് സി, ഈസ്റ്റ് ബംഗാൾ ആൻഡ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. സോ ഇവരുടെ 3 പേരും ഡെർബി നമ്മൾ സ്ഥിരം ISLിൽ ലീഗ് മത്സരങ്ങളിലൂടെ കാണുന്നതാണ്. അതായത് കൊൽക്കത്തൻ ബിഗ് റൈവലറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി അതുപോലെ തന്നെ ഒരു ISLിൽ ഒരു കേരള ഡെർബി വരുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഇതോടുകൂടി ഉണ്ടാവുകയാണ്. സോ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഐ ലീഗ് ജയിക്കുവാണെങ്കിൽ മാത്രമേ ഗോകുലം കേരള എഫ് സിക്ക് ISLിലേക്ക് പ്രൊമോട്ട് ആവാനായിട്ട് കഴിയുകയുള്ളൂ.